എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട നൂഡിൽസ് സൂപ്പ് എങ്ങനെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. കൊച്ചു കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സൂപ്പിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റ്, മഷ്റൂം, ഗ്രീൻ പീസ്, അതുപോലെ ക്യാപ്സിക്കം, കുറച്ച് ക്യാബേജ് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 50 ഗ്രാം നൂഡിൽസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാഗി നൂഡിൽസോ ഏത് നൂഡിൽസ് വേണമെങ്കിലും എടുക്കാം. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടായി വരുമ്പോൾ ഒരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അലിയിച്ചെടുക്കാം. ബട്ടർ ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മളിത് ഈ ഒരു സൂപ്പിൽ ഇഞ്ചി ചേർക്കുന്നില്ല, വെളുത്തുള്ളി മാത്രമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ വെളുത്തുള്ളി കൂടി നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ പൊടിയായിട്ട് അരിഞ്ഞ ക്യാരറ്റും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസുമാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ വേവുള്ളത് ആദ്യം ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. നമ്മൾ സാധാരണ ഗ്രീൻ പീസ് കറി വെക്കുന്നതല്ല. അത് ആണെങ്കിൽ ഇതിലേക്ക് ചേർക്കണമെന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 3-4 കൂണ് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നീളത്തിലരിഞ്ഞ ക്യാബേജും. അപ്പോൾ നമ്മൾ പച്ചക്കറികളെല്ലാം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാടങ്ങ് ഇപ്പോൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിലേക്ക് നൂഡിൽസും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇനി നന്നായിട്ട് ഇത് കുക്ക് ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു ക്യൂബ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മാഗി മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി നിങ്ങൾക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, പകരം 1 ടീസ്പൂൺ സോയാ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ നോറിൻ്റെ ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 പേർക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് 1 ലിറ്റർ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ചൂടുവെള്ളമല്ല, പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു വെള്ളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലെ ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. ഈ ഒരു സമയം തന്നെ നമ്മളിതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് ഒരുപാടൊക്കെ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് സൂപ്പായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് നൂഡിൽസ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിൽ കോൺഫ്ലോറോ അങ്ങനെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ നൂഡിൽസ് ചൂടായി വരുമ്പോൾ അതിൽ നിന്നുള്ള കൊഴുപ്പാണ് ഈ ഒരു സൂപ്പിൻ്റെ കൊഴുപ്പ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കുന്നത് ഇളക്കി കൊടുക്കാം. കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്പൈസ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്നാലും ഒരു നുള്ള് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ ഇത് കുക്കായി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ നൂഡിൽസൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ലതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഈ ഒരു സൂപ്പ് ചൂടോടെ തന്നെ കുടിക്കണം. അപ്പോഴാണ് അത് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഏത് നൂഡിൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ എഗ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. മാഗിയോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ട് കിട്ടുന്ന നൂഡിൽസ് പാക്കറ്റിൽ കിട്ടും, അതോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി നൂഡിൽ സൂപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്